ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി സ്റ്റോറി ആട്ടോ. അപ്പോൾ കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അതായിക്കോട്ടെ. അപ്പം നമുക്ക് അപ്പം നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തുടക്കം മുതലേ ഉള്ള വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണു നോക്കൂ കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആ ലേബർ റൂമിലേക്ക് പോയതും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് സെക്കൻഡ് ഡെലിവറിയാണ്. ഫസ്റ്റ് ബേബി ഗേൾ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് നമുക്ക് ബോയ് ആണ്. ആളാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. കാരണം ഇവനെ കിടത്തി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നമ്മുടെ ഈ ഡെലിവറി വ്ളോഗ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ജൂലൈ 3-ാം തീയതിയാണ് നമുക്ക് ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 30-ാം തീയതി ലാസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ പോയി. അതായത് ജൂൺ 30-ാം തീയതി ലാസ്റ്റ് ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് അഡ്മിറ്റ് ആയിക്കോ. ഡോക്ടർ ജസ്റ്റ് PV ഒക്കെ നോക്കി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇതായിട്ടുണ്ട്, വികസനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടില്ല, അന്ന് അഡ്മിറ്റ് ആവുന്നില്ല പറഞ്ഞു. കാരണം ഞാനും അത്തൂസും അമ്മച്ചിയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വിചാരം ജൂലൈ 3-ാം തീയതി വരെ ചിലപ്പോൾ ഡോക്ടർ നോക്കുമായിരിക്കും, പെയിൻ വരുന്നവരെ. അത് കഴിഞ്ഞിട്ടായിരിക്കാം അഡ്മിറ്റ് ആവാൻ പറയുകയെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഗൈസ്. എൻ്റെ ആ ഒരു ഇതെല്ലാം തെറ്റിപ്പോയി. അങ്ങനെ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, നാളെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതായത് ജൂലൈ 1-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഡോക്ടർ മാക്സിമം പറഞ്ഞു പോകണ്ടെന്ന്. എന്നാലും ഞാൻ പറഞ്ഞു നാളെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ശരി, നാളെ രാവിലെ അതായത് ജൂലൈ 1-ാം തീയതി 11 മണിയാകുമ്പോൾ 10:30 ആകുമ്പോൾ വന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അങ്ങനെ 1-ാം തീയതി ഹസ്ബൻഡ് ലീവൊക്കെ എടുത്തിട്ട് ഞാനും അത്തൂസും ഹസ്ബൻഡും അപ്പോൾ അമ്മച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോയി. അമ്മച്ചി മീൻസ് ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് വരാഞ്ഞത്. അങ്ങനെ അമ്മച്ചിയായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. ഇവിടെ കോയമ്പത്തൂർ ഹോസ്പിറ്റലായിട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോയായിരുന്നു ഡെലിവറിക്ക് ആയിട്ട്. പക്ഷേ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. അത് ഞാൻ ഈ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തിരിച്ച് കോയമ്പത്തൂരിലേക്ക് ഒന്ന് പോന്നു. ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്ത കാരണം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, വാടകയ്ക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ KMCH-ലാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 1-ാം തീയതി അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡി ആവാൻ ഏകദേശം ഒരു 3:30 ആയിട്ടോ. രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ടാക്സി കിട്ടാൻ ഭയങ്കര ലേറ്റായിരുന്നു. അങ്ങനെ റൂമൊക്കെ കിട്ടി, റൂമിലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഒരു ലേഡി മാത്രമാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒപ്പം ഇരിക്കാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരൊക്കെ പോകണമെന്ന്. അങ്ങനെ ഹസ്ബൻഡും കൊച്ചും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചേട്ടായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പോയിക്കോളൂ, ഇപ്പോൾ ഒന്നും വേദന വരുന്നില്ല. പക്ഷേ NST നോക്കുമ്പോൾ ചെറുതായിട്ട് വേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. അധികം വേദനയില്ല. അറിയാമല്ലോ, എനിക്ക് 2ാമത്തെ ഡെലിവറി ആയതുകൊണ്ട് മാക്സിമം അറിയാൻ പറ്റും ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ. അറിയാൻ പറ്റുമല്ലോ ഡെലിവറി പെയിൻ എന്താണെന്ന്. അപ്പോൾ ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ തിരിച്ചു പോക്കോ, നാളെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയായിരിക്കും. അതായത് 2-ാം തീയതി ജൂലൈ 2-ാം തീയതി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയായിരിക്കും എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു അവർ പോയി. കൊച്ചും പോയി കേട്ടോ. കൊച്ച് ആദ്യമായിട്ടാണ് എന്നെ പിരിഞ്ഞ് നിന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എൻ്റെ അത്തൂസ് ആൾക്ക് 2.5 വയസ്സായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ കുഞ്ഞ് പിരിഞ്ഞ് നിൽക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ അവിടെ അവർ NST ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവർ റൂമിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് ഏരിയയും അവിടെയൊക്കെ ഷേവ് ചെയ്ത് തരാൻ വേണ്ടി വിളിപ്പിച്ചു.
ഓൾറെഡി നമ്മൾ അതൊക്കെ ക്ലീനാക്കി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർ നമ്മുടെ വയറിൽ നിന്ന് തൊട്ടിട്ട് താഴെ തൊട ഉണ്ടല്ലോ അവിടെ വരെ നന്നായി ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി അവർ ചെയ്യും. ഓക്കെ, പിന്നെന്താ, അങ്ങനെ നൈറ്റ് ഫുള്ള് കിടന്നു. NST അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു പെയിനോ മുക്കാനോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം കേട്ടോ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. NST നോക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ വേദന വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഒരു 4 മണിയായപ്പോൾ വെളുപ്പിന് അവർ വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു യൂറിൻ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വായി പറഞ്ഞു. ഞാൻ യൂറിനേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, മോശം പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പോയി വന്നു. NST ഒന്നും കൂടി നോക്കി. അതിന് ശേഷം അവർ എന്നെ വേറൊരു റൂമിലേക്ക് വിളിച്ചിട്ട് കയ്യിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. ട്രിപ്പ് മീൻസ് ആ ഒരു സൂചി കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ച് തന്നതിന് ശേഷം അവർ ഞാൻ കിടക്കുന്ന ബെഡിലെ ബെഡ്ഷീറ്റും പുതപ്പ് എടുത്ത് മടക്കി വെക്കാൻ പറഞ്ഞു. വെച്ചു. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. എടുത്തു. അങ്ങനെ നേരെ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ചേടാ, അതായത് ഒരു 4:30 തന്നെ പെട്ടെന്നായിരുന്നു വെളുപ്പിന്. എനിക്കാണെങ്കിൽ ഹസ്ബൻഡിനോടൊന്ന് വിളിച്ച് പറയാൻ പോലും പറ്റിയില്ല. കാരണം പിന്നെ എനിക്ക് എന്നെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ലേബർ റൂമിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് ഓക്കെ ലേബർ റൂമിലേക്കാണെന്ന് പറഞ്ഞു മനസ്സിലായത്. ലേബർ റൂം വരെ അമ്മച്ചി കൂടെ വന്നു. അവിടെ നിന്ന് അമ്മച്ചിയോട് പറഞ്ഞു ശരി നിങ്ങൾ പുറത്ത് നിന്നോളൂ പറഞ്ഞു. പെട്ടെന്നായിരുന്നു. ഓക്കെ, അവർ പുറത്ത് നിന്നു. ഞാൻ നേരെ ഉള്ളിൽ കയറി. ഞാൻ ആ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കുഞ്ഞാവ ഉണ്ടായതിന് ശേഷം കേട്ടോ പുറത്തേക്ക് വന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഹസ്ബൻഡിനെ പോലും എനിക്ക് വിളിച്ച് പറയാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ലേബർ റൂമിലേക്ക് പോവുകയാണ്. എനിക്കെൻ്റെ കുഞ്ഞിനെയും കാണാൻ പറ്റിയില്ല, ചേട്ടനെയും കാണാൻ പറ്റിയില്ല. കാരണം അവർ ഇവിടെ വീട്ടിലായിരുന്നു. അങ്ങനെ അവർ വിളിച്ച് പറയുകയാണുണ്ടായിരുന്നത്. കാരണം അവർ വെളുപ്പിന് എങ്ങനെ ആ കൊച്ചിനെയും കൊണ്ട് വരിക എന്നുള്ള ആ ഒരു ഇതിൽ. ഓക്കെ, ലേബർ റൂമിലേക്ക് കയറി. അവിടെ പോയി അവർ മരുന്ന് വെച്ചു. കാരണം അവിടെ ഒത്തിരി ഇങ്ങനെ പെണ്ണുങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ലേഡീസ്. അതിലൊരു ചേച്ചിയാണെങ്കിൽ, ചേച്ചി മീൻസ് എൻ്റെ ഒരേ ഏജാണ്. അപ്പോൾ അവളിങ്ങനെ സൈഡിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. മുഖമൊക്കെ ഒരുമാതിരി വിളറി പാവം. അതേപോലെ തന്നെ ഞാൻ പോയി ഉള്ളിൽ അവർ മരുന്ന് വെച്ചു. മരുന്ന് വെക്കുമ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നെ എൻ്റെ പൊന്നെ, ഞാൻ അത്തൂസിന് ഇത്രത്തോളം PVയിൽ വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ, ലിയോപ്പിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് PV ചെയ്തപ്പോൾ വേദന അനുഭവിച്ചു. എല്ലാതും അറിയുന്നുണ്ട്. PV ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വേദന അനുഭവിച്ചു കേട്ടോ. PV മീൻസ് ആ ഉള്ളിൽ കൈയിട്ടിട്ട് വേണമല്ലോ മരുന്ന് വയ്ക്കാൻ. മരുന്ന് വെച്ചു. അലറി വിളിച്ചു. ഞാൻ അവിടെ എല്ലാവരും നോക്കി ഇങ്ങനെ അലറാതെ കിടക്കുക. അവിടെ അത്രയും പേര് അലറാതെ കിടക്കുക. ഞാൻ മാത്രം അലറി വിളിച്ചപ്പോൾ എല്ലാവരും ഉണ്ട് ഇങ്ങനെ നോക്കും. അങ്ങനെ മരുന്നൊക്കെ വെച്ച് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ വേദന ഇങ്ങനെ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വേദന ഇങ്ങനെ കൗണ്ട് ചെയ്തു. കാരണം എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് അറിയാലോ. പേടി ഉണ്ടായിരുന്നില്ല. കാരണം അറിയാം ഇതൊക്കെയാണ് വേദന, ഇത്രയും വരെ വേദന വരും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒച്ചയൊന്നും വെച്ചില്ല. ആ വേദന വരുമ്പോൾ മാത്രം ഞാനിങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. അങ്ങനെ വേദന വരുമ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്തിട്ട് അല്ലാത്ത സമയം ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്നു. പിന്നെ കുറച്ച് നേരം കിടന്നു, കുറച്ച് നേരം എഴുന്നേൽക്കുക. ഇതിനിടയിലൊന്നും എനിക്ക് മോശം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വേദനയും കൂടി വന്നപ്പോൾ തീരെ എനിക്ക് മോശം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം ഇനിയിപ്പോൾ ഇവർ ചിലപ്പോൾ ഇനിമേ തരുമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഗൈസ്, ഭയങ്കരമായിട്ടുള്ള ഒരു പറയാം. അങ്ങനെ വേദന വരിക പോവുക ആ ഒരു സ്റ്റേജിൽ തന്നെയായിരുന്നു. ആദ്യം എല്ലാ വേദന, അതായത് അടിവയറിക്ക് ഇങ്ങനെ ഒരു പ്രഷർ വരുന്ന പോലെയായിരുന്നു കേട്ടോ. ലേബർ പെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടുപ്പിനും ബാക്കിലും അടിവയറും എല്ലാം കൂടി ഒരു പ്രഷർ ഇങ്ങനെ വരും പോവും അങ്ങനെ തന്നെയായിരുന്നു. തൊട്ടപ്പുറത്ത് ആ ബെഡിലുണ്ടായിരുന്ന ആ പുള്ളിക്കാരി ആണെങ്കിലും എൻ്റെ അതേ സ്റ്റേജിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് PV നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തിയുടെ അമ്മ വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഫുഡൊക്കെ ഇഡ്ഡലിയൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പെയിൻ വന്ന് കിടക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വേഗം ഒരു ഇഡ്ഡലി എന്നെ ഊട്ടിപ്പിച്ചു. എനിക്ക് വേണ്ട പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് വാരി തന്നു. എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നൊരു നിമിഷമായിരുന്നു. കാരണം സ്വന്തം അമ്മ എൻ്റെ അടുത്തില്ലാത്ത ആ ഒരു സ്റ്റേജിൽ ആ വേറൊരു
ആളുടെ അമ്മ വന്നിട്ട് എനിക്ക് ആ ഒരു ഇഡ്ഡലി വാരി തന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു ഗൈസ് എനിക്ക് സങ്കടമായി. കാരണം അമ്മമാർ വേണ്ട ഒരു സമയമല്ലേ അത്, എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എനിക്ക് അവരെയാണെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ ഒരു വേദന വരുന്ന സമയത്ത് സാരില്ല മോളെ, വേദന വരും, വേദന വന്ന് പെട്ടെന്ന് പ്രസവിക്കട്ടെ കുഞ്ഞ് പറഞ്ഞിട്ട് ആ ഇഡ്ഡലി വാരി തന്നത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മച്ചീനെ ഇങ്ങോട്ട് വിളിപ്പിക്കുമായിരുന്നു കേട്ടോ, ലേബർ റൂമിലേക്ക്. ഓരോ കാരണം പറഞ്ഞിട്ട് യൂറിൻ പോകാണ്ട്, മോശം പോകാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മോശം പോകാതിരിക്കുമ്പോൾ പക്ഷെ വരില്ലായിരുന്നു ഗ്യാസ്. പിന്നെ സമയം പോയി കൊണ്ടേയിരുന്നു. വേറെ ഡോക്ടർമാർ വന്നും പോയി ഒക്കെ ഇരുന്നു. അപ്പുറത്താണ് വേറെ സ്റ്റേജ് കേട്ടോ, രണ്ടാമത്തെ ആ ഒരു ഇത്. അതായത് നമ്മൾ ശരിക്കും പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഗൗണൊക്കെ മാറ്റി അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ടാണ് പ്രസവിപ്പിക്കുക. അപ്പോൾ അവിടുന്ന് അലറച്ചിലും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. വേറെ പുള്ളിക്കാരത്തില്ല, 2 കരച്ചിലൊക്കെ കേൾക്കുള്ളൂ. അപ്പോഴത്തേക്കും പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കേട്ട് അവരിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി കേട്ടോ മറ്റുള്ളവരോട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ ആളും പുറത്തേക്ക് വരാൻ പോകുമല്ലേ എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു ഞാനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ആ കിടക്കുന്ന പുള്ളിക്കാരത്തെയും ഭയങ്കര കൂട്ടായി കേട്ടോ. ആ ചേച്ചി മീൻസ് ആ പുള്ളിക്കാരത്തെയും ഞാനും കൂടി വാക്കിങ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വേദന വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കും. വേദന വരാത്തുമ്പോൾ ഞാൻ സ്പീഡായി നടക്കും. കാരണം എന്തായാലും ഇത് പ്രസവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ആ വേദനയൊക്കെ ഞാൻ സഹിക്കുമായിരുന്നു. വേദന വരുമ്പോൾ ഞാൻ നല്ലപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും, അല്ലാത്ത സമയം സ്പീഡായി നടക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് വന്നിട്ട് PV നോക്കിയപ്പോൾ പുള്ളിക്കാരത്തീനെ ലേബർ സ്യൂട്ട് ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പുറത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തേക്കുള്ള ഡ്രസ്സ് ഗൗണ് കൊടുത്തു. എനിക്കുള്ള ഗൗണ് കട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പുള്ളിക്കാരത്തേക്കുള്ള ഗൗണ് ഇട്ട് കൊടുത്തു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരത്തിയാവും ആദ്യം ഡെലിവറി ആവുക എന്ന്. അങ്ങനെ പുള്ളിക്കാരത്തിനെ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് നല്ല വേദന ഉണ്ടായേ, എന്നാലും ഞാൻ സഹിച്ച് പിടിച്ച് നിന്നു. നല്ല പെയിൻ പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ട് എനിക്ക്. അങ്ങനെ അവർ വന്നിട്ട് PV നോക്കിയപ്പോഴത്തേക്കും 4 ഫിംഗറോ 6 ഫിംഗറോ ഒക്കെ ഡൈലേറ്റ് ആയി. പെട്ടെന്ന് തന്നെ ലേബർ സ്യൂട്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മച്ചീനെ വിളിച്ചേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ അതിനൊന്നും സമയമില്ല. അപ്പോഴത്തേക്കൊരു പുള്ളിക്കാരത്തി അയ്യോ വേഗം വായോ താങ്ങി പിടിച്ചു തന്നെ. ഞാനാണെങ്കിൽ വേദന വന്നിട്ട് അവളാണെങ്കിൽ നിന്ന് കോമഡി പറയുക. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറി, എല്ലാവരും കൂട്ടച്ചെറിയായിരുന്നു, ഞാനും ചിരിക്കുക. വേദന വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അവർ പെട്ടെന്ന് തന്നെ എൻ്റെ നൈറ്റിയൊക്കെ മാറ്റിയിട്ട് ലേബർ സ്യൂട്ട് ഇട്ട് തന്നു. അതായത് ആ ലേബർ സ്യൂട്ട് ആ ഗൗൺ ഇട്ട് തന്നു. ബ്ലൂ ഗൗണായിരുന്നു. ആ ഗൗൺ ഇട്ട് തന്നു. ഗൗൺ ഇട്ട് തന്നിട്ട് വേഗം ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മറ്റേ പുള്ളിക്കാരത്തി അവിടെ കിടക്കുന്നുണ്ട്, ഞാനും പുറത്ത് കിടന്നു. അയ്യോ, അവിടുന്ന് പിന്നെ ഉണ്ടായ കാര്യമാണ് പിന്നെ ഗായ്സ്. ഞാൻ അപ്പുറത്ത് കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ കയറ്റി കിടത്തിയതിന് ശേഷം പിന്നെ അവർ പറഞ്ഞു വേദന വരുവാണെങ്കിൽ പറയൂ പറഞ്ഞു. ഓ ആയിക്കോട്ടെ പറഞ്ഞു. വേദന വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേദന വരുമ്പോഴത്തേക്ക് ഡോക്ടർ ഓടി വന്നിട്ടുണ്ട്, ഉള്ളിൽ കയറ്റി PV നോക്കണം. എങ്ങനെ ഇരിക്കുന്നു, നല്ല വേദന വരുമ്പോഴാണ് ഇവർ ഈമാതിരി പരിപാടി ചെയ്യണം. ഞാൻ പറഞ്ഞു പറ്റുന്നില്ല പറഞ്ഞു. അത്രയും നേരം കരയാത്ത ഞാൻ പിന്നെ അവിടെ നടന്നത് ഫുള്ള് അലമ്പിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ അവർ 2 കയ്യിലും ട്രിപ്പ് ഇട്ടു. ഞാൻ പറഞ്ഞു ഇത് എന്തിനുള്ള ട്രിപ്പാണ്? അപ്പോൾ അവർ പറഞ്ഞു വേദന കൂടി വരാനുള്ള ട്രിപ്പ്, ഇനിയും വേദനയോ. അപ്പോൾ അവർ പറഞ്ഞു എപ്പോഴാണ് ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ പേടിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് നേഴ്സുമാരുണ്ടായിരുന്നു, പഠിക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ടൈമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ NSTക്കുള്ള മെഷീൻ വയറിൽ വെച്ചു. ഈ മെഷീനും വേദനയും എല്ലാം കൂടി ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു കയ്യിലാണെങ്കിൽ ട്രിപ്പ്, അങ്ങനെ പിന്നെ മുഖത്താണെങ്കിൽ മറ്റേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാൻ പറഞ്ഞു. എവിടെ ഞാൻ ആ സാധനം അവർ മാറുമ്പോഴത്തേക്കും ഞാൻ മാറ്റിയിടും. അവർ പറയും മാറ്റിയിട്ടല്ലേ അത് വെക്കുക, ഞാൻ കൂട്ടാക്കില്ല, ഞാനത് മാറ്റിയിടും. എനിക്ക് ദേഷ്യം വന്നിട്ട്, കാരണം വേദന അനുഭവിച്ച് കിടക്കുമ്പോഴത്തേക്കും വയറിൽ കുറേ കുന്ത്രാണ്ടം വയ്ക്കുന്നു, കയ്യിൽ കൂടെ കുറേ. എനിക്ക് പറ്റണ്ട, എനിക്ക് വേദന വരുമ്പോൾ എനിക്ക് കടന്ന് പൊളയണ്ടായോ, പറ്റണ്ടായോ അതിന്.
പിന്നെ വേദന ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ അമ്മ സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒച്ച വെച്ചു. അവർ തമിഴ് അല്ലേ എല്ലാവരും, ഒരു മലയാളി നേഴ്സ് എങ്ങാണ്ടും ഉണ്ടായിരുന്നു, അതിൽ ബാക്കി എല്ലാവരും തമിഴായിരുന്നു കേട്ടോ. അതിൽ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അയ്യോ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി. മറ്റേ പുള്ളിക്കാരത്തി, അതായത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തി ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. അതിശയമായിരുന്നു. ഞാൻ അതിന് ഇടയ്ക്ക് നോക്കും, ഒരു സൗണ്ട് പോലും പുള്ളിക്കാരത്തിനെ വായുന്നുണ്ടായിരുന്നില്ല. അതിശയിച്ച് പോയിട്ടോ. അതിൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയിട്ട് പോലും. എന്നിട്ട് അതിനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുക. എന്നോട് പറയുക, നീ കിടന്നിങ്ങനെ ഒച്ച വെക്കില്ലേ, ആ ഒച്ച വെച്ച് നിൻ്റെ ആ ഒരു ഇത് കളയണ്ട, ആ ലാസ്റ്റ് സ്റ്റേജിൽ പുഷ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഇപ്പം തന്നെ ഒച്ച വെച്ചിട്ട് അതെല്ലാം കളയണ്ട, നിൻ്റെ സെക്കൻഡ് ഡെലിവറി അല്ലേ എന്നിട്ട് പോലും എന്താ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്. അവളാണെങ്കിൽ ഒരൊച്ച പോലും വയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വേദന ഉണ്ട്, ഞാൻ ഒച്ച വയ്ക്കും. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ എൻ്റെ കരച്ചിലും അലർച്ചയും കേട്ടിട്ട് ആ പുള്ളിക്കാരത്തിയാണെങ്കിൽ അപ്പുറത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. ഒരു മറവിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ലായോ, എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് മുക്കാൻ തോന്നുന്നുണ്ട് ഏതാ. ഞാൻ പറഞ്ഞു എനിക്ക് മുക്കണം, എനിക്ക് പുഷ് ചെയ്യണം, വായോ പറഞ്ഞ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരും, നോക്കും, ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ തന്നെ പുഷ് ചെയ്യേണ്ട സമയമായിട്ടില്ല, ഇപ്പോൾ തന്നെ പുഷ് ചെയ്യേണ്ട സമയമായിട്ടില്ല, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. ബ്രീത്തിങ് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ വേദന വരുമ്പോൾ പറഞ്ഞു. മാക്സിമം അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോഴത്തേക്ക് അവർ വെരി ഗുഡ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം. പിന്നെ അടുത്ത വേദന വരികയല്ലേ, കാരണം ഗ്യാപ്പ് കുറഞ്ഞു, വേദനയുടെ ആ ഗ്യാപ്പ് കുറഞ്ഞു. മറ്റേത് കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്യാപ്പ് കുറഞ്ഞു. 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഗ്യാപ്പ് അങ്ങോട്ട് കുറഞ്ഞ് അടുത്ത ശ്വാസം എടുത്ത് വിടുമ്പോഴത്തേക്കും അടുത്ത പെയിൻ വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി കുഞ്ഞ് ഏകദേശം വരാറായിന്ന്. അങ്ങനെ ഒരു മണി 12:45 ആയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരത്തി വന്നു. സമയം ഇങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു ഇനി എത്ര മണിക്കുള്ളിൽ ഡെലിവറി ഉണ്ടാകുന്നു. അപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് 1:30 ആകുമ്പോഴത്തേക്കും ഡെലിവറി ഉണ്ടാവില്ല, പേടിക്കേണ്ട പറഞ്ഞു. ഞാൻ പിന്നെയും അവരോട് ഇപ്പം എത്രയും സമയം അവരോട് ഞാൻ ചോദിക്കുക. അപ്പോൾ ഒരു 12:30, ഇനി അനുഭവിക്കണമല്ലേ. അങ്ങനെ പിന്നെയും കടന്നു. ഡോക്ടർ പിന്നെ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു വെള്ളം കൂടി പൊട്ടിച്ചേക്കാം, പെട്ടെന്ന് തന്നെ ഡെലിവറി ആവട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. എന്തായാലും വേദന അനുഭവിക്കില്ല, വെള്ളം കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു. കിടന്നു. അവരുള്ളിൽ അങ്ങോട്ട് കൈയിട്ട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വേദന അനുഭവിച്ചൊരു ഡെലിവറി തന്നെയായിരുന്നു ഇത്. സമയം കുറവാണെങ്കിലും ഒരു ദിവസത്തെ ഡെലിവറി പെയിൻ ആണെങ്കിൽ പോലും ആ PV എനിക്കത് ഭയങ്കര ഒരു വൃത്തികെട്ട അനുഭവമായിരുന്നു. അത്രയ്ക്ക് അവരുള്ളിൽ കൈയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ. അത്രയും വേദന ഞാൻ അനുഭവിച്ചു. അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അവരങ്ങനെ വെള്ളം പൊട്ടിച്ചു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, കൊച്ചു കിടക്കുന്ന ആ വെള്ളം, അതങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു. അതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ശരിക്കും നല്ല വേദന വരാൻ തുടങ്ങി. എനിക്ക് പുഷ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല ഗായ്സ്. അവർ പറയുക സമയമായിട്ടില്ല എന്ന്. സമയമാവാതെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ മുഴ പോലെ വരും. കുഞ്ഞിൻ്റെ തല നല്ല വൃത്തിയിൽ മുട്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന സമയത്ത് മാത്രമേ പുഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാന സ്റ്റേജൊക്കെ ആയി. കുഞ്ഞാവ വരാറായപ്പോഴത്തേക്കും അവരെല്ലാവരും ഓടി വന്നു. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അല്ലാതെ ഒരു നോർമലായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. 2 ലേഡീസായിരുന്നു. ബാക്കി നേഴ്സുമാരൊക്കെ ചുറ്റി വന്നു. ലൈറ്റൊക്കെ ഇട്ടു താഴെ. അവർ കുറേ കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. സമയമായെന്ന് എനിക്ക് തോന്നി. അവർ പറഞ്ഞു ഇനി പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നല്ലപോലെ പുഷ് ചെയ്തു. ഇങ്ങനെ ആക്കിയിട്ടാണ് പുഷ് ചെയ്തത്. അപ്പോൾ ഇവർ അങ്ങനെ ആക്കിയിട്ടല്ലേ നല്ല മോശം പോകാനുള്ള രീതിക്കുള്ള പുഷ് ചെയ്യൽ വേണം പറഞ്ഞു. എല്ലാം പുഷ് ചെയ്തു, തന്നില്ല. നല്ല പുഷ് ചെയ്തു പറഞ്ഞാൽ നല്ല പുഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്മുടെ ആ ഒരു വജൈൻ ഭാഗത്തൊക്കെ ഭയങ്കര പെയിനായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് അത്രയും ഇത്രയും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു സമയം ഭയങ്കര പെയിനായിരുന്നു, വല്ലാത്തൊരു പെയിൻ. നല്ല പുഷ് ചെയ്തപ്പോഴത്തേക്കും അതിന് മുന്നേ ഒരു കാര്യം പറയാം. ആ ലേബർ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഉള്ളിൽ കയറി പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും ഒരു എനിമ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിമ തന്നാൽ പോലും മോശം പോയിട്ടുണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ആ ഒരു കാര്യം അത് ഞാൻ പറയാം. പുഷ് ചെയ്തു, നല്ല പുഷ് ചെയ്തപ്പോൾ ഫസ്റ്റ് മോഷനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല മോഷനാണ് പോയിട്ടുണ്ടായിരുന്നത്. പുഷ് ചെയ്യലും മോശം വരിക, പുഷ് ചെയ്യുമ്പോൾ മോശം വരിക. അപ്പോഴത്തേക്കും അവർ ചോദിച്ചു ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ടോയ്ലറ്റിൽ പോയി, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇവർ ഒരൊറ്റ ചെയ്ത മിസ്റ്റേക്ക് അതായിരുന്നു. എന്നെ ആ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ അവർ ആ ഒരു
എനിമ തരേണ്ടതായിരുന്നു. അങ്ങനെയാണ് എല്ലാ ഇതിലും. പക്ഷെ ഇവരത് ചെയ്തില്ല. എനിക്കത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എൻ്റെ പൊന്ന് ഗായ്സ്, മോഷണം വന്നിട്ടുണ്ടായിരുന്നത് 2-3 മുക്കലിലൊക്കെ. പിന്നെയാണ് അവരതൊക്കെ അവിടെ ക്ലീനാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ അവർ നന്നായി പുഷ് ചെയ്യാൻ പറഞ്ഞു. പുഷ് ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞാവനെ അവർ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അടിയിൽ കട്ട് ചെയ്തു തോന്നുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കട്ട് ചെയ്ത് കുഞ്ഞാവനെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അയ്യോ, കണ്ടപ്പോൾ എന്താ, ഞാനിങ്ങനെ നോക്കിയപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ കിടക്കുക. അപ്പോൾ വേറൊരു പുള്ളിക്കാരത്തിയാണെങ്കിൽ കൊച്ചിൻ്റെ അംബ്ലിക്കൽ കോഡ്, പോക്കൽ കോഡ് കട്ട് ചെയ്യാതെ വേറൊരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുക. അതിനങ്ങോട്ട് ഡോക്ടർ പിടിച്ചിട്ട് ആട്ടിട്ടോ, എന്താ നിങ്ങൾ കാണിക്കുന്നത്, അങ്ങനെ തമിഴിൽ എന്തൊക്കെയാണ് പറഞ്ഞു അതിന് ചീത്ത പറഞ്ഞു. പിന്നെ കൊച്ചിൻ്റെ പോക്കൽ കോഡൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് വെയിറ്റ് മെഷീനിൽ കൊണ്ടുപോയി കിടത്തി. അങ്ങനെ തൂക്കി പിടിച്ചപ്പോൾ തന്നെ എന്ത് കൊച്ചാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചെക്കൻ കൊച്ചായിരുന്നു. എന്ത് കൊച്ചായിക്കോട്ടെ, വേഗം ഒന്ന് വന്നാൽ മതി ഇതായിരുന്നു അപ്പോഴത്തെ. ഞാനിങ്ങനെ റിലേ പോയ പോലെ കിടക്കായിരുന്നു. ആ വേദന ഉണ്ടല്ലോ അപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും വയറിൽ എന്തോ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ അവർ കുറേയൊക്കെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ കൈയിട്ടിട്ട് മറുവിള്ളുണ്ടല്ലോ അതിങ്ങോട്ട് എടുക്കുക ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവർ താഴെ വേഗം പിന്നെ അവർ വജേനി ഭാഗത്ത് സൂചി വെച്ചു. തരിപ്പിച്ചതിന് ശേഷം അവിടെ പറഞ്ഞു 2 സ്റ്റിച്ച് ഉണ്ടാ, അവിടെ നിന്ന് സ്റ്റിച്ച് ഇടുക പറഞ്ഞു. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ടു കേട്ടോ. അത്തൂസിനൊക്കെ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരും ഗൈസ്. അതുവരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്.